സ്ഥലം ഇവിടെ ഇത് നടക്കുന്നതാണ്. ഈ കാളപ്പോര് നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നിട്ടാണ്. അത് ശരി, ഇവിടെ കാളപ്പോരുണ്ടോ? നല്ല കിട്ടിക്കാൻ കാളകളുണ്ടാവും. നിങ്ങൾ 150 കാളകളുണ്ടാവും. നോക്കിയേ, എന്തൊരു രസമല്ലേ, അടിപൊളിയല്ലേ, എന്താ ഭംഗിയില്ലേ, അടിപൊളി. ഈ ബീച്ചിൽ നമ്മൾ പറഞ്ഞ പോലെ ട്രക്കിങ്, അതേപോലെ എന്താ പറയുക സ്കൂബ ഡൈവിങ്, അതേപോലെ എന്താ പോലെ നമ്മുടെ കയാക്കിങ്, അതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ചെറിയ കുട്ടികളുടെ മുതൽ വലിയ ആൾക്കാരുടെ ഉള്ള സൈക്കിൾസ് ഇവിടെ അവൈലബിൾ ആണ്. പെഡൽ സൈക്കിളാണ്, നമ്മൾ ചവിട്ടിയിട്ട് പെഡൽ സൈക്കിൾ. നമ്മൾ നേരത്തെ വണ്ടിയിൽ വരുന്ന സമയത്ത് കണ്ട ആ ബിൽഡിംഗ് ആണ് ഇത്. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. നേരത്തെ വണ്ടി ഇത് കണ്ടില്ലേ, അത് ഇത് നേരെ ബീച്ച് സൈഡ്, ആളുകൾ ഇരിക്കുന്ന ഏരിയ, അതിനപ്പുറത്ത് ബീച്ച്. നമസ്കാരം, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ എത്തി. ഇപ്പോൾ ഫുജറയിലാണ് ഉള്ളത്. അപ്പോൾ ദുബായിൽ വന്നു. ഫുജറയിലാണ് എൻ്റെ ജോലി സ്ഥലം, ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ മുന്നിൽ കണ്ടതുപോലെ കൽബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. കൽബ ബീച്ചിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനിതാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ടെത്തി. ഇനി ബീച്ച് സൈഡിലേക്ക് പോകും. ഇറങ്ങിയെന്ന് വെച്ചാൽ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് താഴെ ഇറങ്ങി. ഇപ്പം ഇത് മുർഷിദ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടുത്തെ സിഗ്നലിൽ, മേലെ സിഗ്നലിൽ താഴെ കൂടി നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, അടിപൊളി അല്ലേ. എൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് അറിയാമോ? ജിൻഷാദ് ഭായി. അതന്നെ, ജിൻഷാദ് ഭായി ഇപ്പം ലൈസൻസ് കിട്ടിയിട്ടേ ഉള്ളൂ. കിട്ടിയിട്ട് മബ്രൂക്ക്. ഞാൻ നേരിട്ട് മബ്രൂക്കല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓഡിയൻസ് കൂടെ കണ്ടിട്ട് മബ്രൂക്ക് എന്ന് പറഞ്ഞാൽ കൺഗ്രാജുലേഷൻ, അറബിയിൽ വീടാണ് മബ്രൂക്ക് അല്ലേ. അതെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ജിൻഷാദ് ഭായിക്ക് ഇപ്പം ലൈസൻസ് കിട്ടി. എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വ്ളോഗൊക്കെ ചെയ്യേണ്ട ഏട്ടാ, നമുക്ക് പോവാ. അപ്പോൾ ഞാൻ പറഞ്ഞു റെഡി. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കൽവയിലൊക്കെ പോകാമെന്ന് പറഞ്ഞു. കൽവയിലൊക്കെ പോവാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ബീച്ച് സൈഡിലെ റോഡാണ്, ഫുജറയിൻ്റെ അടുത്തുള്ള ബീച്ച് സൈഡ്. അത് അങ്ങോട്ട് പോകുന്ന ബീച്ച് സൈഡ്. ഞാൻ അംബ്രല ബീച്ചിൻ്റെ ഒക്കെ വ്ളോഗ് ചെയ്തില്ലേ, നിങ്ങൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാലാണ് കൽവിലേക്ക് പോകേണ്ട വഴി. ഞാൻ മുമ്പേ, വളരെ മുമ്പേ 2008-2009 അങ്ങനെ സമയത്തിൽ ഞാൻ ഒരു ട്രിപ്പ് അടിച്ചു. പണ്ട് മുതലേ നമുക്ക് ഈ വ്ളോഗിങ് പോലെ തന്നെ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ട്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ലൈസൻസ് കിട്ടി കഴിഞ്ഞ ഉടനെ ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അലൈൻ വഴി ഹത്തയാണെന്നൊന്നും എനിക്കൊരു ഓർമ്മയില്ല, കൽബയിൽ എത്തിയിട്ടുണ്ട്. രാത്രിയായി കൽബയിലെത്താൻ. കൽബയിൽ എത്തി. എന്നിട്ട് ഞാൻ ഫുജറയിൽ വന്നു തോന്നുന്നു. എന്നിട്ട് കൽബയിൽ നിന്ന് തന്നെ പോകാനുള്ള വഴി ഉണ്ട്, ദുബായിക്കുണ്ടിരുന്നു അല്ലേ? അതുവഴി ഞാൻ അങ്ങോട്ട് പോയി തോന്നുന്നു. എന്നിട്ട് നേരെ തിരിച്ച് ഷാർജ വഴി ഞാൻ ദുബായിലേക്ക് വന്നു. അങ്ങനെ റൗണ്ട് അടിച്ചിട്ടുണ്ട് ഈ കൽബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അടിപൊളി സ്ഥലമാണ് ഈ കൽബ എന്ന് പറയുന്നത്. ഷാർജ എമിറേറ്റിലെ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഒരു 10-12 കിലോമീറ്റർ കാണുന്ന സ്ഥലം. ഇവിടെ ഇത് നടക്കുന്നതാണ്. ഈ കാളപ്പോര് നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നിരുന്നത്. അത് ശരി, ഇവിടെ കാളപ്പോരുണ്ടോ? നല്ല കിട്ടിക്കാൻ കാളകളുണ്ടാവും. ഞാൻ അന്ന് ഇവിടെ എൻ്റെ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് കണ്ടത്. അത് ശരി, ഞാൻ ഇവിടെ ഇരുന്നതാണ്. അത് ശരി, കളകൾ വരുന്നുണ്ടോ? ഇതുണ്ടോ, ഇത് കാളപ്പോര് നടക്കുന്ന സ്ഥലമാണ്. അത്ര ഇത് കണ്ടോ, കണ്ടോ കാളകൾ വരുന്നത്. എല്ലാം ചെറുതാണ്. അത് ശരി, ഇത് ടർഫിൻ്റെ ഏരിയ. ഇതൊക്കെ ഇവിടെ നിന്ന് കുറേ ടർഫുകളുണ്ട്. ഓക്കെ 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 ഓക്കെ. ഈ കൽബ എന്ന് പറഞ്ഞ സ്ഥലം ഷാർജയുടെ സ്ഥലമാണ്. ഷാർജ എന്ന് വെച്ചാൽ വലിയ ഏരിയ ഉള്ള സ്ഥലമാണ്. ഐ മീൻ എമിറേറ്റ് ആണ് ഷാർജ. കൽബ ഒമാൻ. പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽബയിലേക്ക് പോകുന്ന വഴി നേർക്ക് പോയി കഴിഞ്ഞാൽ ഒമാനിലേക്ക് പോകേണ്ട സ്ഥലം കൂടിയാണ്. നേർക്ക് പോയി കഴിഞ്ഞാൽ ഒമാനിലേക്ക് പോകേണ്ട സ്ഥലമാണ്. അങ്ങനെ നമ്മളിതാ കൽബ എത്തി കേട്ടോ. ആക്ച്വലി വെൽക്കം ടു കൽബ സിറ്റി. കൽബ എത്തി കേട്ടോ. കാണുന്ന അതിസുന്ദരമായ സ്ഥലം. ഓക്കെ, എന്ത് രസം. ബിൽഡിങ്സ് ഒക്കെ നോക്കിയിട്ട് പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ബിൽഡിംഗ് കണ്ടോ. ഇത് ഷാർജ എമിറേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. തൊട്ടപ്പുറത്ത് തന്നെയാണ് ബീച്ച് ഉള്ളത്. കണ്ടോ, കൽബ. നമ്മളിപ്പോൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. കൽബയിലുള്ള ബീച്ച് ഇതാണ് കാണുന്നതാണ് കൽബ ബീച്ച്. അവിടെ നിറച്ചും എന്താ പറയുക ആളുകളൊക്കെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്ന സ്ഥലം. ഇവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ ഇന്നൊരു മഴ പെയ്ത്. മഴ കിട്ടിയില്ലേ?
നമുക്ക് ചെറിയതാണ് ചെളിയെല്ലാം കണ്ടില്ലേ നമുക്ക് ഒരു പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു മഴ പെയ്തു. ഇപ്പോഴും ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഞാൻ വന്നിട്ടിപ്പം 1 മാസം ആവുന്നു ആയി. ഞാൻ 3-ാം തീയതിയാണ് വന്നത്, ഇന്ന് 2-ാം തീയതിയാണ്. ജനുവരി 3-ന് വന്നു, ഇന്ന് ഫെബ്രുവരി 2-ാം തീയതിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല തണുപ്പ് അല്ലേ. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു മഴയും കൂടെ, അതാണ് ജാക്കറ്റിൽ ഇട്ട് ഇറങ്ങിയത്. ഇത് ഷെയ്ഖ് സയ്യിദ് ബിൻ ഹമദാൻ അൽ ഖസ്മി എന്ന സ്ട്രീറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അതേപോലെ ഇതുണ്ട് പള്ളി കണ്ടോ, അടിപൊളി പള്ളി. ഇതൊക്കെ പഴയ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇതൊക്കെ കോഫിയാണ്, അതായത് നമ്മുടെ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. തൊട്ടപ്പുറത്ത് തന്നെ മെയിൻ റോഡ് ഹൈവേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഞങ്ങളിപ്പോൾ യൂട്ടേൺ എടുത്തിട്ട് വരുമ്പോൾ അത് വഴിക്ക് വരും. തൽക്കാലം ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കേണ്ടത് കൊണ്ട് നമ്മൾ ഇതുവഴി ഇങ്ങോട്ട് വന്നതാണ്. പഴയ കാലത്ത്, വളരെ പഴയ കാലത്തുള്ള കടകളും പിന്നെ എന്താ പറയുക ഷോപ്പ്, ഐ മീൻ ഇത് കഫ്റ്റീരിയകൾ, അതൊക്കെയാണ് നേരത്തെ നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് നമ്മൾ യൂ ടേൺ എടുക്കും. യൂ ടേൺ എടുത്തിട്ട് നമ്മൾ ബീച്ച് സൈഡിലേക്കൊന്ന് പോവാണ്. നമ്മൾ ഇവിടുന്ന് എടുക്കുന്നില്ല, യൂ ടേൺ എടുക്കുന്നില്ലേ? അതെ. അങ്ങനെ ബീച്ചിൻ്റെ ഭാഗത്തെത്തി. ജിൻഷാദ് ഭായി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കണ്ടല്ലേ, ഇപ്പം നേരിട്ട് കണ്ട് നമ്മൾ ഞാനും ജിൻഷാദ് ഭായും ഒരേ ഡ്രസ്സായിപ്പോയി, ഓവർക്കോട്ടിൻ്റെ കളർ ഒന്നായിപ്പോയി. അപ്പോൾ നമ്മൾ അങ്ങനെ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തി. ഓക്കെ, നല്ല രസമുള്ള അടിപൊളി ഒരു ബീച്ച് അല്ലേ. ഇത് ഏകദേശം 9 കിലോമീറ്ററോളം ഉണ്ട് ഈ ബീച്ച്. എന്താ പറയുക, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കടൽ കാണുന്നില്ലേ, കടലിൻ്റെ ആഴം കുറവാണ്. ഈ ആഴം കുറവായതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ കുളിക്കാനൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് ഈ കൽബ ബീച്ച് എന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളിൽ എന്താ പറയുക നല്ല തിരക്കാണ്. ഇവിടെ കുറവാണ്, കുറച്ച് അങ്ങോട്ടൊക്കെ നല്ല തിരക്കാണ്. നോക്കിയേ എന്തൊരു രസമല്ലേ, അടിപൊളിയല്ലേ, എന്താ ഭംഗിയില്ലേ, അടിപൊളി. ഓക്കെ, ബീച്ച് നോക്കിയേ, അടിപൊളി. ബീച്ചിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കുട്ടിയൊക്കെ കളിക്കാനുള്ള ഓരോരോ എന്താ പറയുക അഡ്വഞ്ചർ ആയിട്ടുള്ള ഓരോരോ പ്ലേ ഏരിയ ഉണ്ട്. ഇതാണ് ഈ കാണുന്നത്, കണ്ടോ ഇങ്ങനെ കയറിയിട്ട് ഇതിലേക്ക് കൂടി നടന്നിട്ട് കുട്ടികൾ ഇങ്ങനെ പോകുന്ന വഴി കാണുന്നത്. കുറേ പ്ലേ ഏരിയകളൊക്കെ ഉണ്ട്, അങ്ങോളം ഉണ്ടാവും. ഇവിടെ മുതൽ അങ്ങോളം ഉണ്ട്, ചെറിയ സ്പോട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടാവും, ചെറിയ ബീച്ചിൻ്റെ സൈഡിലെ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. കണ്ടോ, ഇതിൻ്റെ അടുത്ത് ഞാൻ അടുത്തൊരു വ്ളോഗ് ചെയ്യാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറഞ്ഞ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കുറേ വ്ളോഗിലൊക്കെ കണ്ടു കാണും. അടിപൊളിയായിട്ടുള്ള ഒരു മൗണ്ടൻ ഏരിയ പോലത്തെ ഒരു ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഹാങ്ങിങ് ഗാർഡൻ തന്നെയാണോ എന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇതിനടുത്ത് തന്നെ ഒരു എന്താ പറയുക ഖോർ കൽബ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ഫേമസ് ആകുന്നതെന്ന് വെച്ചാൽ വന്യജീവികളുടെ ഒരു സങ്കേതം ഉണ്ട് അത്രേ. പിന്നെ എന്താ പറയുക, അതൊക്കെ ഇതിൻ്റെ അടുത്താണ്, ഈ ബീച്ചിൻ്റെ അടുത്താണ് ആ സ്ഥലങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇവിടെ കൽബേൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് ഫുജറിൻ്റെ അടുത്തുള്ള കൽബ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ അത്രമാത്രം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ ബീച്ചിൽ നമ്മൾ പറഞ്ഞ പോലെ ട്രക്കിങ്, അതേപോലെ എന്താ പറയുക സ്കൂബ ഡൈവിങ്, അതേപോലെ എന്താ പോലെ നമ്മുടെ കയാക്കിങ്, അതൊക്കെ ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് വിട്ടിട്ട് കുറച്ച് മുന്നോട്ട് പോകാം. നേരത്തെ വരുന്നത് പാർക്ക് എന്ന് കാണിച്ചില്ലേ, കുട്ടിയൊക്കെ കളിക്കാൻ പറ്റുന്ന നല്ല സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി അവിടത്തേക്ക് പോകും. ഇവിടെ ഒരു പെയ്ഡ് പാർക്കിങ്ങിൻ്റെ ഒരു ബോർഡ് കണ്ടല്ലേ, പക്ഷെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇലക്ട്രിക് ചാർജ് പോയിന്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളിതാ
എന്താ പറയുക കൽബ പാർക്കിൻ്റെ അതായത് ബീച്ചിൻ്റെ വേറൊരു സൈഡിൽ വന്നിട്ടാണുള്ളത്. ഇത് വൈകുന്നേരങ്ങളിൽ ആളുകൾ കൂടുന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഉണ്ടോ ഇവിടെയൊക്കെ പാർക്കിങ്ങിൻ്റെ കുറച്ച് സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റാച്യൂസ് ഇപ്പോൾ അവിടെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെയൊക്കെ പണി നടക്കുന്നത് കൊണ്ട് അവിടെ ബൗണ്ടറി കെട്ടി വെച്ചിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളൊന്ന് ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ ബീച്ചിൻ്റെ അതായത് കടൽ തീരത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. കടൽ തീരത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ലൈഫ് ഗാർഡ്സ് ഒക്കെ ഉണ്ട്. ലൈഫ് ഗാർഡ് ഇരിക്കുന്നതാണ്, കാരണം ഇതൊക്കെ കുളിക്കുന്ന ഏരിയകളാണ്. അടിപൊളിയല്ലേ? വെള്ളം അങ്ങോട്ട് മേലോട്ട് വരെ കയറുന്നുണ്ട്. ഞാൻ ഷൂ ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല, അയക്കാൻ കഴിയില്ല, നിറച്ച് പൂഴിയാവും. നമ്മൾ നേരത്തെ വണ്ടിയിൽ വരുന്ന സമയത്ത് കണ്ട ആ ബിൽഡിംഗ് ആണ് ഇത്. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സ്റ്റൈല് ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ വണ്ടിയിൽ കണ്ടില്ലേ, അത് ഇത് നേരെ ബീച്ച് സൈഡ്, ആളുകൾ ഇരിക്കുന്ന ഏരിയ, അതിൻ്റെ അപ്പുറത്ത് ബീച്ച്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇവിടെ നിന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേയിങ് ഏരിയ ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ചെടി കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ആർച്ച് രൂപത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച്, എന്ത് രസമാണ്. കുട്ടികൾ കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈക്കിൾ യൂസ് ചെയ്യാൻ പറ്റും. സൈക്കിൾ യൂസ് ചെയ്യുന്ന ഇത് കണ്ടോ, ഇതൊക്കെ സൈക്കിൾസാണ്. നമുക്ക് ഈ ബീച്ചിൽ മൊത്തം ഓടിക്കാനുള്ള സൈക്കിൾസ്, അതിൻ്റെ പ്രൈസ് ഇതായി ഇവിടെ കാണുന്നതാണ്. മണിക്കൂറല്ല, 45 മിനിറ്റ്സിന് 40, 55, 70, 20. ഒരു ആൾക്കാരുടെ ആണ് 40, 2 ആൾക്കാരുടെ 55, 4 ആൾക്കാരുടെ 70. പിന്നെ സൈക്കിളും ഉണ്ട്, സാധാ സൈക്കിൾ. അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് യൂസ് ചെയ്യാനും പറ്റും. ചെറിയ കുട്ടികളുടെ മുതൽ വലിയ ആൾക്കാരുടെ ഉള്ള സൈക്കിൾസ് ഇതാ ഇവിടെ അവൈലബിൾ ആണ്. പെഡൽ സൈക്കിളാണ്, നമ്മൾ ചവിട്ടിയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പെഡൽ സൈക്കിൾ. ഇത് കുട്ടികളുടെ പ്ലേയിങ് ഏരിയ. ഇന്നത്തെ ഈവനിങ് നമ്മൾ കൽബയിലുള്ള ബീച്ചിൽ എന്തായിരുന്നു ഒരു ഔട്ടിങ്. നമ്മൾ കുറേ ദിവസമായി വന്നപ്പോൾ ജിൻഷാദ് ഭായിനടുത്ത് പറയുന്നത് നമുക്കൊരു വ്ളോഗ് ചെയ്യാൻ പോണ്ടേ. അങ്ങനെ കൽബയിലെ കൽബ എന്ന് പറഞ്ഞ് നമ്മളെ ഷാർജ എമിറേറ്റുള്ള സ്ഥലത്ത് ഉള്ള ഒരു ഈവനിങ് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.